ചിലർക്ക് സകലരെയും ഭയപ്പെടുത്തി ഭരിക്കാനേ കഴിയൂ. ഇതിലും അനുയോജ്യമായൊരു വിശേഷണം എനിക്കറിയില്ല. അവർ ചർച്ചകൾക്ക് നിർബന്ധിക്കും, എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയല്ല. അവരുടെ ആധിപത്യം കാണിക്കുകയാണ് ലക്ഷ്യം. ഞങ്ങളതിന് വഴങ്ങില്ല. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ വാക്കുകളാണ്. ആണവ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക ഇടപെടലുണ്ടാകുമെന്ന ട്രംപിന്റെ ഭീഷണിക്കുള്ള മറുപടി. കേമത്തം കാട്ടാൻ വിദേശ നയങ്ങളിൽ മലക്കം മറിയുന്ന ട്രംപിന് മെക്സിക്കോ, കാനഡ, ചൈന എന്നിങ്ങനെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് തുടരെ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. രണ്ടാം ടേമിൽ ട്രംപ് ആദ്യം പൊട്ടിച്ച വെടിയിലൊന്നായിരുന്നു താരിഫ് യുദ്ധം. ഇതിനു പിന്നാലെ ബാധിക്കപ്പെട്ട രാജ്യങ്ങൾ തക്ക മറുപടിയുമായെത്തി. കൂടിയാലോചനകളാകാം, പക്ഷേ കീഴ്പ്പെടുത്താൻ നോക്കേണ്ടെന്നായിരുന്നു മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബാമിന്റെ പ്രസ്താവന. വിരട്ടലൊന്നും ഇങ്ങോട്ടു വേണ്ടെന്നാണ് ചൈനയ്ക്ക് പറയാനുള്ളത്. കാനഡയ്ക്ക് മുന്നിൽ വെച്ച യുഎസിലെ 51ാം സംസ്ഥാനമെന്ന ഓഫർ ട്രൂഡോ ഭരണകൂടം അപ്പോഴേ തള്ളിക്കളഞ്ഞതാണ്. ഗ്രീൻലാൻഡ് പിടിക്കാൻ നോക്കിയപ്പോൾ വിൽക്കാൻ വച്ചതല്ലെന്നാണ് അവിടെ നിന്ന് ട്രംപിന് കിട്ടിയ മറുപടി. ഗസയൊഴിപ്പിച്ച് ടൂറിസ്റ്റ് ഹബ്ബാക്കാനുള്ള നീക്കത്തിനും സുഹൃത്ത് രാജ്യങ്ങളടക്കം ട്രംപിനൊപ്പം നിന്നില്ല. ജോർദാൻ രാജാവ് ട്രംപിന്റെ മുഖത്തു നോക്കി പറഞ്ഞു, പലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കില്ലെന്ന്. എന്തിനധികം വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതിന് ദീർഘകാല സഖ്യശക്തിയായ ഫ്രാൻസിൽ നിന്നടക്കം തിരുത്തുണ്ടായി. ഇപ്പോൾ ഈ പട്ടികയിൽ ഒടുവിലത്തെ രാജ്യമാണ് ഇറാൻ.